ഇനി വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപി ജനങ്ങളോട് ചോദിക്കുന്നു ഒരു അവസരം. എന്റെ മുഖം നിങ്ങൾ കാണുന്നതിന് മുമ്പ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഈ അവസരം ബിജെപിക്ക് കൊടുത്ത സംസ്ഥാനങ്ങളുടെ അവസ്ഥ ഒന്ന് കണ്ടുനോക്കൂ. ഇത് മധ്യപ്രദേശ്. ബിജെപി 18 വർഷത്തിലേറെയായി ഭരിക്കുന്ന സംസ്ഥാനം. അവിടെ സ്കൂളുകളിൽ കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത് പ്ലേറ്റുകളിലല്ല, പകരം കീറിയ പേപ്പർ തുണ്ടുകളിലാണ്. കേരളത്തിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണമായി ബിരിയാണി വേരെ വിളമ്പുമ്പോഴാണ് ബിജെപി ഭരിച്ചു മുടിച്ച മധ്യപ്രദേശിൽ ഈ കുഞ്ഞുകുട്ടികൾ കീറിയ ന്യൂസ് പേപ്പറിൽ ഭക്ഷണം കഴിക്കുന്നു. ഇവിടെ തീർന്നില്ല. ഇനി ബിജെപി കഴിഞ്ഞ 2016 മുതൽ ഭരിക്കുന്ന അസമിലേക്ക് നിങ്ങളൊന്ന് നോക്കിയേ. അവിടെ ഗോൽപാര എന്ന ഒറ്റ ജില്ലയിൽ മാത്രം ഈ വർഷം 5000-ലേറെ മുസ്ലിങ്ങളുടെ വീടുകളാണ് അനധികൃത നിർമ്മാണങ്ങൾ എന്ന് പറഞ്ഞ് ബിജെപി സർക്കാർ പൊളിച്ചു തള്ളിയത്. ഇതേ അസമിലെ ബിജെപി സർക്കാർ അദാനിയുടെ സിമന്റ് കമ്പനിക്ക് നൽകിയ ഭൂമിയുടെ അളവ് കേട്ട് ഒരു ജില്ല തന്നെ സർക്കാർ അദാനിക്ക് എഴുതി നൽകിയോ എന്ന് ചോദിച്ചത് അസം ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയാണ്. ഇതാ അതിന്റെ വീഡിയോ. 3,000 because what kind of decision is this? I'll show you the. Yes. Mr. Sharma, 3,000 because is this some kind of joke or what? No, Lordship, we need it. It's because of. Your need is not the issue, madam. Public interest is the issue. ഇനി ഏറ്റവും അവസാനമായി നിങ്ങൾക്ക് ഞാൻ മോദിയുടെ സ്വന്തം ഗുജറാത്തിലെ ബിജെപി 30 വർഷമായി ഭരിക്കുന്ന ഗുജറാത്തിലെ ഈ കഴിഞ്ഞ കോവിഡ് കാലത്തെ ഒരു കാഴ്ച കാണിക്കാം. മോദി 12.5 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിലെ അഹമ്മദാബാദ് നഗരത്തിലെ ആശുപത്രിക്ക് മുന്നിൽ ഇങ്ങനെ ആംബുലൻസുകൾക്ക് ക്യൂ നിൽക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ ഒളിപ്പിച്ചു വച്ച സംസ്ഥാനമായി ഗുജറാത്ത് മാറിയത്. ഒന്നും രണ്ടുമല്ല, 2.8 ലക്ഷം കോവിഡ് മരണങ്ങളാണ് ഗുജറാത്തിലെ ബിജെപിയുടെ സർക്കാർ ഒളിപ്പിച്ചു വെച്ചത്. അതായത് കോവിഡ് കഴിഞ്ഞപ്പോൾ പറഞ്ഞതിന്റെ 27 ഇരട്ടി മരണം ഗുജറാത്തിലുണ്ടായി. ഇനി ഇതേ കോവിഡ് കാലത്ത് കേരളത്തിലെ സർക്കാർ ഒഴിച്ച് ബാക്കി എല്ലാ സർക്കാരുകളും ചേർന്ന് ഒളിപ്പിച്ച കോവിഡ് മരണങ്ങൾ എത്രയാണെന്നറിയാമോ? ഏകദേശം 20 ലക്ഷം. മറക്കരുത്, 20 ലക്ഷം ഇന്ത്യക്കാരുടെ മരണം ഒളിപ്പിച്ചു വെച്ച 5000-ലേറെ കുടുംബങ്ങളെ ഒരൊറ്റ ജില്ലയിൽ മാത്രം ഭവനരഹിതരാക്കിയ അദാനിക്ക് ഒരു ജില്ല തന്നെ എഴുതിക്കൊടുത്ത ഈ ബിജെപിക്ക് കേരളത്തിൽ ഒരു അവസരം കൊടുക്കുന്നത് അന്തിക്രിസ്തുവിനെ ക്ഷണിച്ചു വരുത്തലാണ്. പ്രിയപ്പെട്ട മലയാളികളെ, ബിജെപിയെ അകറ്റി നിർത്തൂ, കേരളത്തെ സംരക്ഷിക്കൂ.